എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 18 ശ്ലോകം 6, 7, 8, 9, 10, 11, 12 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ബ്രാഹ്മണ കന്യകയെ ക്ഷത്രിയൻ വിവാഹം ചെയ്യാന്നുള്ളത് പതിവില്ല. അപ്പൊ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചതിനുള്ളത് മറുപടി പറയുന്നു ശ്രീ ശുകബ്രഹ്മർഷി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്यै നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഏകദാ ദാനവേന്ദ്രസ്യ ശർമ്മിഷ്ഠാ നാമ കന്യകാ സഖീ സഹസ്രസംയുക്താ ഗുരുപുത്ര്യാ ച ഭാമിനി. ദേവയാന്യാ പുരോദ്യാനേ പുഷ്പിതദ്രുമസങ്കുലേ വ്യജരൽ കളഗീതാളി നളിനീ കുളിനേ ബലാ. ഏകദാ ഒരു നാൾ ദാനവേന്ദ്രസ്യ അസുരരാജാവിന്റെ ഭാമിനി യൗവനയുക്തയും സഖീ സഹസ്ര സംയുക്ത സഹസ്രം സഖിമാരോട് ചേർന്നവളും ഗുരുപുത്രിയ ദേവയാന്യ ഗുരുപുത്രിയായ ദേവയാനിയോട് യുക്തയുമായ ശർമ്മിഷ്ഠാ നാമ കന്യക ശർമ്മിഷ്ഠ എന്നു പേരായ കന്യക പുഷ്പിതദ്രുമസങ്കുലെ പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന പുരോദ്യാനെ പുരോദ്യാനത്തിൽ കളഗീതാളി നളിനി പുളിനെ കളഗീതത്തോടുകൂടിയ അളികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നളിനിയുടെ പുളിനത്തിൽ വിചരിച്ചു. ശുകബ്രഹ്മർഷി പറയുന്നു, ഈ വിവാഹം എതിർച്ചയാ ഈശ്വരേച്ഛയാ സംഭവിച്ചതുകൊണ്ട് പ്രതിലോമതാ ദോഷം ആരോപിക്കേണ്ടത് ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ കഥ വിവരിച്ചു പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ഒരു ദിവസം അസുര രാജാവായ വൃഷഭർവാവിന്റെ മകളും യൗവനയുക്തയുമായ ശർമ്മിഷ്ഠ സഖിമാരോടും ഗുരുപുത്രിയായ ദേവയാനിയോടും കൂടി പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞതും മനോഹരമായി ഗാനം ചെയ്യുന്ന വണ്ടുകളുടെ സഞ്ചാരത്തോടു കൂടിയ ഒരു താമര തടാകത്തിന്റെ നടുവില് ആ മണൽത്തിട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന മണൽത്തിട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അതിമനോഹരമായ ഉദ്യാനത്തില് അങ്ങനെ അവര് രണ്ടുപേരും കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ദേവയാനിയും ശർമ്മിഷ്ഠയും. താ ജലാശയമാസാദ്യ കന്യാ കമലലോചന തീരേന്യസ്യ ദുഗൂലാനി വിജഹ്രു സിഞ്ചതീർമിഥ. കമലലോചന താ കന്യ താമരദള നേത്രയായ ആ കന്യകമാര് ജലാശയം ആസാദ്യ തടാകത്തെ പ്രാപിച്ചിട്ട് തീരെ കരയിൽ ദുഗുലാനി ന്യസ്യ വസ്ത്രങ്ങൾ വെച്ചിട്ട് മിഥ സിഞ്ചതി അന്യോന്യം സേചനം ചെയ്യുന്നവരായിട്ട് വിജഹ്രു വിഹരിച്ചു. അതിസുന്ദരിയാണ് ശർമ്മിഷ്ഠ. താമരദളം പോലെ മനോഹരങ്ങളായ നേത്രങ്ങളോടുകൂടിയ ആ ശർമ്മിഷ്ഠ പിന്നെ സഖിമാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കരയില് വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് തടാകത്തിലിറങ്ങി അന്യോന്യം വെള്ളം തൂകി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീക്ഷ്യ വ്രജന്തം ഗിരിശം സഹദേവ്യാ വൃഷസ്ഥിതം സരസോത്തീര്യവാസാംസി പര്യഥുർവ്രീഡിതാ സ്ത്രീയ. ദേവ്യാസഹ ദേവിയോടുകൂടി വൃഷസ്ഥിതം ഗിരിശം വൃഷത്തിലിരിക്കുന്ന ശിവൻ വ്രജന്തം വീക്ഷ്യ വരുന്നതിനെ കണ്ടിട്ട് സരസ ഉത്തീര്യ തടാകത്തിൽ നിന്ന് കയറി വ്രീഡിതാ സ്ത്രീയ ലജ്ജിതകളായ സ്ത്രീകൾ വാസാംസി പര്യതു വസ്ത്രങ്ങൾ പരിധാനം ചെയ്തു. ആ സമയത്താണ് ഭഗവാൻ മഹാദേവൻ ഉമാദേവിയോടുകൂടി വൃഷഭവാഹനത്തിലിരുന്ന് ആ വഴിക്ക് വരുന്നത് അവര് കണ്ടു. വേഗം അവര് ലജ്ജിതരായിട്ട് തടാകത്തുനിന്ന് വേഗം കയറി വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ചു. ശർമ്മിഷ്ഠ അജാനദീവാസോ ഗുരുപുത്ര്യാ സമവ്യയൽ സ്വീയം മത്വാ പ്രകുപിത ദേവയാനീദം അബ്രവീത്. ശർമ്മിഷ്ഠ അജാനതി ശർമ്മിഷ്ഠ അറിയാത്തവളായിട്ട് ഗുരുപുത്ര വാസ ഗുരുപുത്രിയുടെ വസ്ത്രത്തെ സമവ്യയൽ ധരിച്ചു. സ്വീയം മത്വ തന്റേതാണെന്ന് വിചാരിച്ചിട്ട് പ്രകുപിതാ ദേവയാനി ഏറ്റവും കോപിച്ച ദേവയാനി ഇതം അബ്രവീൽ പ്രകാരം പറഞ്ഞു. ബന്ധപ്പെട്ട് വസ്ത്രം എടുത്ത സമയം ശർമ്മിഷ്ഠ അറിയാതെ വസ്ത്രം മാറിപ്പോയി. ഗുരുപുത്രിയായിട്ടുള്ള ദേവയാനിയുടെ വസ്ത്രമാണ് അറിയാതെ അങ്ങോട്ട് എടുത്ത് ധരിച്ചത്. ധരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും തന്റെ വസ്ത്രമാണ് ശർമ്മിഷ്ഠ ധരിച്ചിരിക്കണമെന്ന് അറിഞ്ഞ ദേവയാനി
ഭയങ്കരമായിട്ടാണ്ട് കോപിച്ചിട്ട് ഇതാ അങ്ങനെ പറയണം. അഹോ നിരീക്ഷ്യതാമസ്യ ദാസ്യാ കർമ്മഹ്യസാമ്പ്രതം അസ്മദ്ധാര്യം ധൃതവതി ശുനീവഹ വിരധ്വരെ. അസ്യ ദാസ്യ, ഈ ദാസിയുടെ അസാമ്പ്രതം കർമ്മ, അയുക്ത കർമ്മം നിരീക്ഷിതാം കാണപ്പെട്ടാലും, അധ്വരേ ഹവി യാഗത്തിൽ ഹവിസ്സിനെ ശുനീവ ശ്വാവെന്ന പോലെ, അസ്മദ്ധാര്യം ഞങ്ങളാൽ ധരിക്കപ്പെടുവാൻ യോഗ്യമായതിനെ ധൃതവതി ധരിച്ചിരിക്കുന്നു. ഞാന് പറയണ കഷ്ടം തന്നെ, അഹോ കഷ്ടം. ദാസിയായ ഇവരുടെ ഇങ്ങനെ അയുക്തമായ കർമ്മം കണ്ടോ, ഇവള് ചെയ്ത കർമ്മം. ദേവന്മാര് ധരിക്കേണ്ട ഹവിസ് ശ്വാവ് സ്വീകരിക്കുന്നത് പോലെ അല്ലെ ഇവള് ചെയ്തിരിക്കുന്നത്. ഞാൻ ധരിക്കേണ്ട വസ്ത്രം ഇവളെ ധരിച്ചിരിക്കണം. ഞാനൊരു ബ്രാഹ്മണ സ്ത്രീ അല്ലേ, എന്റെ വസ്ത്രം ഇവള് ധരിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെയാണ് പറയാൻ തുടങ്ങി. യൈരിതം തപസാ സൃഷ്ടം മുഖം പുംസപരസ്യേ ധാര്യതേയൈരിക ജ്യോതി ശിവപന്ഥാശ്ച ദർശിത. യൈ യാതൊരുത്തരാൽ ഇതം ഈ കാണപ്പെടുന്ന ലോകം തപസാ സൃഷ്ടം തപസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, പരസ്യ പുംസ പരമപുരുഷന്റെ മുഖം യാതൊരുത്തരോ ഇഹ ഈ ലോകത്തിൽ യൈ യാതൊരുത്തരാൽ ജ്യോതി പ്രകാശം ധാര്യത്തെ ധരിക്കപ്പെടുന്നു, ശിവപന്ഥ മംഗളകരമായ മാർഗം ദർശിതച്ച ദർശിക്കപ്പെടുകയും ചെയ്തു. തന്റെ വസ്ത്രം ശർമ്മിഷ്ഠ ധരിച്ചത് അയോഗ്യമാണ്, അത് ഒട്ടും യോഗ്യമല്ല എന്ന് കാണിക്കാൻ ബ്രാഹ്മണരുടെ ഉത്കർഷത്തെ പറ്റി ഇങ്ങനെ പറയണം. ബ്രാഹ്മണരുടെ യോഗ്യതകളെ പറ്റിയിട്ട് വർണ്ണിക്കണു. ഇങ്ങനെ ബ്രഹ്മവാദികളായ പ്രജാപതികളാൽ തപശക്തി കൊണ്ട് ഇങ്ങനെ ലോകം സൃഷ്ടിച്ചവരാണ് ബ്രാഹ്മണര്. പരമപുരുഷന്റെ മുഖത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ബ്രാഹ്മണര്. സ്വയമേവ പ്രകാശിക്കുന്ന പരബ്രഹ്മം ഉപാസന കൊണ്ട് ഹൃദയത്തിൽ ധരിക്കുന്നവരാണ് ബ്രാഹ്മണര്. ഈ ലോകത്തിൽ ക്ഷേമകരമായിരിക്കുന്ന വൈദിക മാർഗത്തെ കാട്ടിക്കൊടുത്തിരിക്കുന്നവര്. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ വസ്ത്രം ഇവള് എടുത്ത് ധരിച്ചിരിക്കണം, ഇത് ഒട്ടും യോഗ്യല്ല. ഇങ്ങനെ പലതും പറഞ്ഞ് കോപം കൊണ്ട് എന്തൊക്കെയാ പറയണ്ടേ, അഹങ്കാരം കൊണ്ട് നിശ്ചല അങ്ങനെ പറയണു ദേവയാനി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.